ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെനു ഹണി റോസ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയറിങ്ങിന്റെ വീഡിയോ ആണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു ഹെയർ പാക്ക് എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു ഹെയർ പാക്കാണ്. അപ്പോൾ അത് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. കാരണം നല്ലൊരു ഹെയർ ഗ്രോത്ത് കിട്ടുന്ന ഒരു ഹെയർ മാസ്ക് ആണ്. മാത്രമല്ല മുടി കൊഴിച്ചിലുണ്ടെങ്കിലോ അതുപോലെ തന്നെ നല്ല ഫ്രിസ്നെസ് അതൊക്കെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് കൺട്രോൾ ചെയ്ത് നമ്മുടെ ഹെയർ ഒന്ന് നല്ല രീതിയിൽ സ്മൂത്തി ആയിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇന്ന് ഹെയർ മാസ്ക് ഇട്ടതിന് ശേഷമുള്ള എൻ്റെ ഹെയർ ആണ്. അപ്പോൾ അത് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ഉള്ളൊരു ഹെയർ മാസ്ക് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഹെയർ മാസ്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്ലാക്സ് സീഡ് ജെല്ലാണ്. അപ്പോൾ ഫ്ലാക്സ് സീഡ് ജെല്ല് എങ്ങനെയാണ് റെഡി ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഫ്ലാക്സ് സീഡ് ജെല്ല് എടുക്കുക. എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഉലുവ പൗഡറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഉലുവ പൗഡർ കൈവശം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉലുവയായിട്ടായിരുന്നാലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫ്ലാക്സ് സീഡ് ജെല്ലിനകത്ത് ഈ ഉലുവ പൗഡർ ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നൈറ്റ് ഫുള്ള് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉലുവ പൗഡർ കൈവശം ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഉലുവ തന്നെ നമുക്ക് കുതിർക്കാനായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് അത് മിക്സിയിൽ അരച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫ്ലാക്സ് സീഡ് ജെല്ല് എടുത്തതിന് ശേഷം അതിലേക്ക് മിക്സ് ചെയ്ത് ഒരു നൈറ്റ് ഫുള്ള് വെച്ചതിന് ശേഷമുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു നൈറ്റ് ഫുള്ള് ഫ്ലാക്സ് സീഡ് ജെല്ല് ഉലുവയായിട്ട് മിക്സായി നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ചുകൂടി ഒന്ന് അത് ലൂസ് ആകാനായിട്ട് ഞാനൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസി കിട്ടും. പക്ഷേ ഞാനിത് വേണമെങ്കിൽ നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡറിലൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇതിലിപ്പം തരിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉലുവ പൗഡർ തന്നെ ആഡ് ചെയ്തത്. അപ്പോൾ ഉലുവ ആകുമ്പോൾ നമുക്കിതിൻ്റെ തരിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെയറിൽ നമുക്ക് ഇടുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാൻ ഇതിൽ ഓയിലോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ പാക്കിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഹെയർ നല്ല ഡ്രൈ ഉള്ള ഹെയർ ആണ് എന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഏത് ഓയിലാണോ ആഡ് ചെയ്യുന്നത് അത് നമ്മുടെ ഈ പാക്കിൽ കൂടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നതിന് ശേഷം ഒരു അരമണിക്കൂറോളം നമ്മുടെ ഹെയറിൽ ഇട്ടതിന് ശേഷം ഞാൻ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഷാമ്പു യൂസ് ചെയ്തിട്ടില്ല. ഷാമ്പു ചെയ്യാതെയാണ് ഈ കാണുന്ന ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ഓളിയം തോന്നാനും ഹെയർ ഗ്രോത്തിനും ഒക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു അടിപൊളി പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുന്നു. നമ്മുടെ ഹെയർ മാസ്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് എന്താണ് റിസൾട്ട് എന്ന് പറയുക. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, സീ യു.